നമസ്കാരം. ആദ്യ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. ആദ്യ വാർത്തയിലേക്ക് വിശദമായി. ഷുഹൈബ് വധക്കേസിൽ കൂട്ടുപ്രതികൾക്കായി തിരച്ചിൽ തുടരുന്നു. ഗൂഢാലോചനയ്ക്ക് തെളിവുകൾ ശേഖരിക്കുക എന്നതാണ് അന്വേഷണ സംഘത്തിന് മുന്നിലെ പ്രധാന കടമ്പ. കേസിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായേക്കും. അഞ്ചു പേരടങ്ങുന്ന സംഘമാണ് കൊല നടത്തിയതെന്ന അറസ്റ്റിലായ പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മറ്റ് 3 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ. 3 പേരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും കൊലപാതകത്തിന് ശേഷം വഴിപിരിഞ്ഞ ഇവർ എവിടെയാണുള്ളതെന്നത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടില്ല. എടയന്നൂരിലെ പ്രാദേശിക പ്രശ്നത്തിന് പിന്നാലെ നൽകിയ കൊട്ടേഷനാണ് കൊലപാതകത്തിലെത്തിയതെന്ന് ആകാശ്, റിജിൻ രാജ് എന്നിവർ മൊഴി നൽകിയിട്ടുണ്ട്. കൊട്ടേഷൻ നൽകിയതാര്, ഗൂഢാലോചനയിൽ പങ്കാളികളായവർ ആരൊക്കെ തുടങ്ങിയവയിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. എത്ര വൈകിയാലും കേസിൽ ഗൂഢാലോചന തെളിയിക്കാനാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് പോലീസ്. ഇത് ആർക്കെ പറയാൻ പറ്റില്ല, എൻ്റെ ഓഫീസേഴ്സ്ക്ക് പറയാൻ പറ്റില്ല, എനിക്ക് പറയാൻ പറ്റില്ല. നമുക്ക് എത്ര സമയം വേണം? 15 ദിവസം വേണം, 3 മാസം വേണം, 2 മാസം വേണമോ? പക്ഷേ അവസാനത്ത് നമുക്ക് ഇയാൾ പിടികിട്ടും. അതേ ഞാൻ വാഗ്ദാനം കൊടുക്കാം. ഷുഹൈബ് കൊലപാതക കേസിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റിന് സാധ്യതയുണ്ട്. കേസിൽ അറസ്റ്റിലായ ആകാശ് തില്ലങ്കേരി, റിജിൻ രാജ് എന്നിവരെ തിങ്കളാഴ്ച രാത്രി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. പ്രതികളുടെ മുൻകാല ക്രിമിനൽ പശ്ചാത്തലം ഉൾപ്പെടെ വിവരിച്ചുകൊണ്ടാണ് റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ന്യൂസ് 18 കണ്ണൂർ. ഷുഹൈബിന്റെ കൊലപാതകത്തിൽ യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കെ സുധാകരന്റെ 48 മണിക്കൂർ നിരാഹാര സമരം തുടരുന്നു. ജില്ലയ്ക്ക് പുറത്തുനിന്നുൾപ്പെടെ നിരവധി പ്രവർത്തകരാണ് സമരത്തിന് ഐക്യദാർഢ്യവുമായി കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിലെ സമരപ്പന്തലിൽ എത്തുന്നത്. പോലീസ് അന്വേഷണം നീതിപൂർവമല്ല എന്നും യഥാർത്ഥ പ്രതികളല്ല അറസ്റ്റിലായതെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. ഇന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, കെ മുരളീധരൻ അടക്കമുള്ളവർ സമരപ്പന്തലിൽ എത്തും. അന്വേഷണ സംഘം കാര്യക്ഷമമായി കേസിൽ ഇടപെടാൻ തയ്യാറാകുന്നില്ല എങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് കോൺഗ്രസ് തീരുമാനം. ഷുഹൈബിന്റെ നാടായ എടയന്നൂരിൽ വൈകുന്നേരം അനുസ്മരണ പൊതുയോഗവും ചേരും. സ്വകാര്യ ബസ് സമരം 5ാം ദിവസത്തിലേക്ക്. സമരം ചോദ്യം ചെയ്ത് നൽകിയ പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന ബസ് സമരം നേരിടാൻ കേരള അവശ്യ സേവന നിയമം പ്രയോഗിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. സമരം നേരിടാൻ സ്വീകരിച്ച നടപടികൾ സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കും. സർവീസ് മുടക്കുന്നത് പെർമിറ്റ് ചട്ടങ്ങളുടെ ലംഘനമാണ്. സമരം നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കാൻ നോട്ടീസ് നൽകുമെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. അതിനിടെ ചില ബസ്സുകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. സർവീസ് നടത്തുമെന്ന് ടൂറിസ്റ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും അറിയിച്ചിട്ടുണ്ട്. സിറോ മലബാർ സഭയുടെ വിവാദ ഭൂമിയിടപാടിൽ പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ 3ാമത്തെ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. സമാന ആവശ്യം ഉന്നയിച്ചു നൽകിയ സ്വകാര്യ അന്യായം നേരത്തെ മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു. ഇത് ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയാണ് കോടതി പരിഗണിക്കുന്നത്. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്കെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്നും അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് അങ്കമാലി സ്വദേശി പോളച്ചൻ പുതുപ്പാറയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. സിറോ മലബാർ സഭയുടെ വിവാദ ഭൂമിയിടപാടിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഹൈക്കോടതിയിൽ നൽകിയ വിശദീകരണത്തിൽ വിശ്വാസികൾക്ക് പ്രതിഷേധം. വിൽപ്പന നടത്തിയത് സ്വകാര്യ ഭൂമിയാണെന്നും ട്രസ്റ്റിന്റേത് അല്ല എന്നുമാണ് കർദിനാളിന്റെ അഭിഭാഷകൻ അറിയിച്ചത്. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്ക് ഭൂമി വിൽക്കാൻ അധികാരമുണ്ടോ എന്ന ഹൈക്കോടതി ചോദ്യത്തിന് വിൽപ്പന നടത്തിയത് സ്വകാര്യ ഭൂമിയാണെന്നും ട്രസ്റ്റിന്റേതല്ലെന്നുമാണ് കർദിനാളിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്. എന്നാൽ ഈ നിലപാട് വിശ്വാസി സമൂഹത്തോടുള്ള വഞ്ചനയാണെന്ന് ആർച്ച് ഡയസിയൻ മൂവ്മെന്റ് ഓഫ് ട്രാൻസ്പെറൻസി ആരോപിച്ചു. ബിഷപ്പ് ഹൌസിലെത്തി കർദിനാളിനെ നേരിട്ട് കണ്ട് ഇവർ പ്രതിഷേധമറിയിച്ചു. എന്നാൽ തന്റെ നിലപാട് പിൻവലിക്കാനാവില്ലെന്ന് കർദിനാൾ വ്യക്തമാക്കിയതായി സംഘടനാ വക്താവ് റിജു കാഞ്ഞുകാരൻ പറഞ്ഞു. എന്റെ വക്കീൽ പറഞ്ഞ കാര്യം ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞാൽ പിന്നെ കേസ് നിലനിൽക്കുമോ എന്നാണ് പിതാവ് ഞങ്ങളോട് തിരിച്ചു ചോദിച്ചത്. കോടതി വ്യവഹാരത്തിന് കർദിനാൾ സഭാ ഫണ്ട് ഉപയോഗിക്കുന്നതിനെതിരെയും പ്രതിഷേധമുണ്ട്. കർദിനാളിനെതിരെ ക്രിമിനൽ കേസെടുത്ത് അന്വേഷിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് 2 സഭാവിശ്വാസികളാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. കേസിൽ ഹൈക്കോടതി വ്യാഴാഴ്ച വിശദമായ വാദം കേൾക്കും. ന്യൂസ് 18 കൊച്ചി. സംസ്ഥാനത്ത് വ്യാജ വെളിച്ചെണ്ണയുടെ വ്യാപനത്തിന് കാരണമാകുന്നത് പരിശോധനകളിലെ പരിമിതികൾ. മായം കണ്ടെത്താനുള്ള പ്രാഥമിക പരിശോധനയെ മറികടക്കുന്ന രീതിയിലാണ് വ്യാജ വെളിച്ചെണ്ണയുടെ നിർമ്മാണം. റെഫ്രിജറേറ്ററിൽ ശീതീകരിക്കുമ്പോൾ വെള്ള നിറത്തിൽ കട്ടയാവുക വെളിച്ചെണ്ണയിലെ മായം കണ്ടെത്താനുള്ള പ്രാഥമിക പരിശോധനയാണിത്. എന്നാൽ വിപണിയിലെ പുതിയ വ്യാജ വെളിച്ചെണ്ണകൾ ഈ പരിശോധനയിൽ വീഴില്ല.
ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ പരിശോധനയാവട്ടെ IV വാല്യൂവിനെ അടിസ്ഥാനമാക്കിയും വെളിച്ചെണ്ണയുടെ വാല്യൂ 7.5 മുതൽ 10 വരെയാണ്. പാമോയിൽ അടക്കമുള്ളവയുമായി കൂട്ടിക്കലർത്തുമ്പോൾ പല വ്യാജ വെളിച്ചെണ്ണയ്ക്കും ശരാശരി 10-നടുത്ത് മൂല്യം ലഭിക്കും. ഈ സാഹചര്യത്തിലാണ് കൊഴുപ്പ് ഘടകങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ഫാറ്റി ആസിഡ് ടെസ്റ്റുകൾ കൂടി നടത്തണമെന്ന ആവശ്യമുയരുന്നത്. അഡൾട്രേഷൻ നിർത്തണമെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ്സ് സ്ട്രോങ്ങർ ആയിരിക്കണം. അതായത് ബെഞ്ച് മാർക്ക് സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ, അതായത് ഗവൺമെൻറ് വെളിച്ചെണ്ണയ്ക്ക് വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ, ഒരു ഭക്ഷ്യ എണ്ണ എന്നുള്ള നിലയിൽ വെച്ചിരിക്കുന്ന സ്പെസിഫിക്കേഷൻ സ്ട്രോങ്ങർ സ്പെസിഫിക്കേഷൻസ് ആയിരിക്കണം. കൂടാതെ ഈ ടെസ്റ്റുകൾ ടെസ്റ്റ് ചെയ്യാനും അത് വെളിച്ചെണ്ണയാണെന്ന് ഉറപ്പുവരുത്തുകയും കൺസ്യൂമറിന് സേഫ്റ്റിയോടുകൂടി തന്നെ അത് കൺസ്യൂം ചെയ്യാനും ഉള്ള സംവിധാനം ഉണ്ടായിരിക്കണം. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അടുത്തിടെ 4 വെളിച്ചെണ്ണ ബ്രാൻഡുകൾ നിരോധിച്ചിരുന്നു. കൊച്ചിയിലെ ഓയിൽ മർച്ചന്റ് അസോസിയേഷൻ എണ്ണ ശേഖരിച്ച് പരിശോധനകൾ നടത്തിയ ശേഷം വകുപ്പിന് നൽകിയ പരാതിയിലായിരുന്നു നടപടി. ആരോഗ്യത്തിന് ഹാനികരമായ ട്രാൻസ്ഫാറ്റ് അടക്കമുള്ള കൊഴുപ്പ് ഘടകങ്ങളും തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന വ്യാജ വെളിച്ചെണ്ണയിലുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. MS അനീഷ് കുമാർ, ന്യൂസ് 18 കൊച്ചി. ബാങ്ക് തട്ടിപ്പ് കേസിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിനെ കുറ്റപ്പെടുത്തി രാജ്യം വിട്ട വ്യവസായി നീരവ് മോദി വൻ തട്ടിപ്പെന്ന പേരിൽ ബാങ്ക് നടത്തിയ വെളിപ്പെടുത്തൽ വായ്പാ തുക തിരിച്ചടയ്ക്കാനുള്ള സാധ്യതയ്ക്ക് മങ്ങൽ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്ന് നീരവ് മോദി ഉദ്യോഗസ്ഥർക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കുന്നു. ബാങ്കിൽ അടയ്ക്കാനുള്ള 5000 കോടിയോളം വരുന്ന തുക തിരിച്ചടയ്ക്കാമെന്ന് ഉറപ്പ് നൽകിയതാണ്. എന്നാൽ ബാങ്ക് തുക പെരുപ്പിച്ചു കാണിക്കുകയാണെന്നും കത്തിൽ പറയുന്നു. മാധ്യമ വാർത്തകളിലൂടെ തന്റെ കമ്പനിയെയും തന്നെയും തട്ടിപ്പുകാരനായി ചിത്രീകരിക്കാനാണ് ബാങ്ക് ശ്രമിച്ചത് എന്നും നീരവ് മോദി വ്യക്തമാക്കുന്നു. അതേസമയം കേസിൽ 3 പേർ കൂടി അറസ്റ്റിലായി. ഇതോടെ മൊത്തം അറസ്റ്റിലായവർ 6 ആയി. KSRTC പെൻഷൻ പ്രാഥമിക കാർഷിക സഹകരണ ബാങ്കുകൾ വഴി വിതരണം ചെയ്യുന്നതിന്റെ ഉദ്ഘാടനം തമ്പാനൂർ സെൻട്രൽ ഡിപ്പോ അങ്കണത്തിൽ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. രാവിലെ 11-നാണ് ചടങ്ങ്. 5 മാസത്തെ കുടിശ്ശിക നൽകുന്നതിനു പുറമെ ജൂലൈ വരെ അതാതു മാസത്തെ പെൻഷനും സംഘങ്ങൾ വഴി നൽകും. KSRTCയും സഹകരണ വകുപ്പും സർക്കാരും തമ്മിൽ ഒപ്പുവച്ച ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് പെൻഷൻ വിതരണം. പലയിടത്തും പെൻഷൻകാർ അക്കൌണ്ട് എടുക്കുന്ന നടപടികൾ തുടങ്ങുന്നതേയുള്ളൂ എന്നതിനാൽ കുടിശ്ശിക വിതരണം പൂർത്തിയാക്കാൻ ദിവസങ്ങളെടുക്കും. അമേരിക്കയിലെ തോക്ക് നിയമം കർശനമാക്കുമെന്ന് സൂചന നൽകി വൈറ്റ് ഹൌസ്. തോക്ക് അനുവദിക്കുന്നതിന് മുൻപുള്ള സുരക്ഷാ പരിശോധന ശക്തമാക്കുന്നതിന് US കോൺഗ്രസിൽ അവതരിപ്പിച്ച ബില്ലിനെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്തുണയ്ക്കുന്നുണ്ട് എന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. അമേരിക്കയിലെ ഫ്ലോറിഡയിലെ സ്കൂളിലുണ്ടായ വെടിവയ്പിൽ വിദ്യാർത്ഥികളടക്കം 17 പേർ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് തോക്ക് നിയമം കർക്കശമാക്കുമെന്ന സൂചന വൈറ്റ് ഹൌസ് നൽകിയത്. സ്കൂളിൽ ആക്രമണം നടത്തിയ 19-കാരനായ നിക്കോളാസ് ക്രൂസ് കഴിഞ്ഞ വർഷം മാത്രം 7 തോക്കുകൾ വാങ്ങിയിരുന്നു. ഫ്ലോറിഡയിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയുന്ന വേളയിലാണ് ക്രൂസ് തോക്കുകൾ വാങ്ങിയതെന്ന റിപ്പോർട്ടും വലിയ പ്രതിഷേധത്തിനിടയാക്കി. ഈ സാഹചര്യത്തിലാണ് തോക്ക് അനുവദിക്കുന്നതിന് മുൻപുള്ള സുരക്ഷാ പരിശോധന ശക്തമാക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ബിൽ കൊണ്ടുവരാൻ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും സംയുക്തമായി തീരുമാനിച്ചത്. US കോൺഗ്രസിൽ അവതരിപ്പിച്ച ബില്ലിനെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്തുണക്കുന്നുണ്ടെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. ഇതു സംബന്ധിച്ച് റിപ്പബ്ലിക്കൻ സെനറ്റർ ജോൺ കോർണിനുമായി ഡൊണാൾഡ് ട്രംപ് ചർച്ച നടത്തിയെന്നും വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി സാറ സാൻഡേഴ്സ് വ്യക്തമാക്കി. തോക്കാവശ്യപ്പെടുന്ന വ്യക്തിയുടെ അപേക്ഷ അന്വേഷണ ഏജൻസിയായ FBIക്ക് നൽകുകയും തുടർന്ന് അപേക്ഷ പരിശോധനകൾക്ക് വിധേയമാക്കുകയും ചെയ്യുന്നതാണ് നിലവിലെ രീതി. എന്നാൽ ഈ പരിശോധനകൾ കാര്യക്ഷമമല്ലെന്ന പരാതി വ്യാപകമായ പശ്ചാത്തലത്തിലാണ് പരിശോധന ശക്തമാക്കാൻ നിർദ്ദേശം നൽകുന്ന ബിൽ US കോൺഗ്രസിൽ അവതരിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തീവ്രവാദത്തിനെതിരെ രാജ്യം ശക്തമായ നടപടി സ്വീകരിക്കുന്നതുകൊണ്ടാണ് അതിർത്തിയിൽ സംഘർഷം വർദ്ധിക്കുന്നത് എന്ന് ജമ്മു കശ്മീർ ഉപമുഖ്യമന്ത്രി നിർമ്മൽ കുമാർ സിംഗ്. യുവാക്കളെ ദേശീയ പൊതുധാരയിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമവും നടക്കുന്നുണ്ട്. PDPയുമായി നല്ല മുന്നണി ബന്ധമാണ് BJPക്ക് ഉള്ളതെന്നും നിർമ്മൽ കുമാർ ന്യൂസ് 18നോട് പറഞ്ഞു. കശ്മീരിൽ പാക് പ്രകോപനം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുന്നതെന്ന് നിർമ്മൽ കുമാർ സിംഗ്. തീവ്രവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ല. കസ്റ്റഡിയിലുണ്ടായിരുന്ന പാക് തീവ്രവാദി നവീദ് ജാട്ട് ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ടത് ഒറ്റപ്പെട്ട സംഭവമാണ്. പക്ഷേ അതിലും കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് നിർമ്മൽ കുമാർ. So we have taken it very seriously and very strong measures have been taken. But you see that this was one incident in whole of 3 years. മതത്തിന്റെ പേര് ദുരുപയോഗം ചെയ്താണ് പാകിസ്ഥാൻ യുവാക്കളെ തീവ്രവാദത്തിനായി പ്രയോജനപ്പെടുത്തുന്നത്. വികസന പ്രവർത്തനത്തിന് കേന്ദ്ര സർക്കാർ നൽകുന്ന സാമ്പത്തിക സഹായത്തിൽ മെഹബൂബ സർക്കാരിന് പൂർണ്ണ തൃപ്തിയുണ്ട്. സർക്കാരിന്റെ ജനകീയ പിന്തുണ സംസ്ഥാനത്ത് വർദ്ധിക്കുകയാണെന്നും നിർമ്മൽ കുമാർ പറഞ്ഞു. മനു ഭരത്, ന്യൂസ് 18, തിരുവനന്തപുരം. യുവാവിനെ ജീവനോടെ കത്തിച്ച് ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച കേസിൽ ജയിലിൽ കഴിയുന്ന പ്രതിയുടെ പുതിയ വീഡിയോ പുറത്ത്. വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ അടങ്ങിയ ദൃശ്യം ജയിലിനുള്ളിൽ വെച്ചാണ് ചിത്രീകരിച്ചിരിക്കുന്നത്.
സഹ തടവുകാരിൽ നിന്ന് ഭീഷണിയുണ്ടെന്നാരോപിച്ചാണ് ശംഭുലാൽ റിഗാറിന്റെ പുതിയ വീഡിയോ. അഫ്രസുൽ ഖാൻ എന്ന യുവാവിനെ മഴുകൊണ്ടുവെട്ടി കത്തിച്ച ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച ശംഭുലാൽ റിഗാർ നേരത്തെ വാർത്തകളിൽ നിറഞ്ഞിരുന്നു. ജോധ്പൂരിലെ ജയിലിൽ കഴിയുന്ന ഇയാൾ കറുത്ത ജാക്കറ്റും ഇയർഫോണും ധരിച്ച് സംസാരിക്കുന്ന വീഡിയോയാണ് പുറത്തുവന്നത്. ജയിലിനുള്ളിൽ വെച്ചാണ് ഇത് ചിത്രീകരിച്ചത്. വർഗീയ വിദ്വേഷമുള്ള വാക്കുകളാണ് വീഡിയോയിൽ. नाम का पश्चिम बंगाल निवासी एक अपराधी मेरी सेल्स में आया और मेरे साथ रहने लगा. फिर 2-3 दिन तक उसने मेरी तरफ देखा ही नहीं. സഹതടവുകാരൻ ജിഹാദിയാണെന്നും ഇയാളിൽ നിന്ന് തന്റെ ജീവന് ഭീഷണിയുണ്ടെന്നും ശംഭുലാൽ പറയുന്നു. इस्लाम की बुराई और मेरे साथ अपनापन जताने लगा. उसकी बातों से मुझे उस पर शक होने लगा. फिर मैंने सोच के वक्त उसका प्राइवेट पार्ट्स देखा तो मैं दंग रह गया. കൊല നടത്തിയതിൽ പശ്ചാത്താപിക്കുന്നില്ലെന്നും വീഡിയോയിലുണ്ട്. ജയിലിൽ കഴിയുന്ന കൊടും കുറ്റവാളിയായ തടവുകാരന്റെ പുതിയ വീഡിയോ പുറത്തുവന്നത് സുരക്ഷാ വീഴ്ചയാണെന്ന ആരോപണവും ഉയർന്നു കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ആദ്യ വാർത്തയിലേക്ക് വീണ്ടും. മോദി സർക്കാരിനെതിരായ പ്രതിപക്ഷ ഐക്യം ഉത്തർപ്രദേശ് ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ല. ഗോരഖ്പൂരിൽ ബിജെപിക്കെതിരെ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും സ്വന്തം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിയായതോടെ യോഗി ആദിത്യനാഥ് രാജിവെച്ച ഒഴിവിലാണ് ഗോരഖ്പൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ലോക്സഭാ മണ്ഡലമായ ഗോരഖ്പൂരിൽ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ബിജെപിയെ എതിർക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സമാജ്വാദി സഖ്യം വൻ പരാജയമായതോടെ ഇരു പാർട്ടികളിലും ഉടലെടുത്ത അസ്വാരസ്യങ്ങൾ ഇതിന് തടസ്സമായി. പ്രവീൺ കുമാർ നിഷാദിനെ ഗോരഖ്പൂരിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയായി സമാജ്വാദി പാർട്ടി ദേശീയ അധ്യക്ഷൻ അഖിലേഷ് യാദവ് പ്രഖ്യാപിച്ചു. 2016 രൂപീകരിച്ച നിഷാദ് പാർട്ടി അംഗമായ പ്രവീൺ കുമാർ സമാജ്വാദി പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നമായ സൈക്കിൾ ചിഹ്നത്തിലാകും മത്സരിക്കുക. ഡോക്ടർ സുരീത്തയെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസും പ്രഖ്യാപിച്ചു. കഴിഞ്ഞ 5 തവണയായി യോഗി ആദിത്യനാഥാണ് ഗോരഖ്പൂർ ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്നത്. മുഖ്യമന്ത്രിയാകാൻ യോഗി ആദിത്യനാഥ് രാജിവെച്ച ഗോരഖ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭരണത്തിന്റെ വിലയിരുത്തലാകുമെന്നതിനാൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും സ്ഥാനാർത്ഥിയെ നിർത്തിയത് ബിജെപിക്ക് ആശ്വാസമായിരിക്കുകയാണ്. മുതിർന്ന നേതാവ് ഉപേന്ദ്ര ശുക്ലയാണ് ബിജെപിയുടെ സ്ഥാനാർത്ഥി. ഉപമുഖ്യമന്ത്രിയാകാൻ കേശവ് പ്രസാദ് മൗര്യ രാജിവെച്ച ഫൂൽപൂരിലും കോൺഗ്രസിനും സമാജ്വാദി പാർട്ടിക്കും പ്രത്യേകം സ്ഥാനാർത്ഥികളുണ്ടാകും. പ്രാദേശിക നേതാവ് മനീഷ് മിശ്രയെ ഫൂൽപൂരിലെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രഖ്യാപിച്ചു. 2 ദിവസത്തിനുള്ളിൽ സമാജ്വാദി പാർട്ടിയും ഫൂൽപൂരിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. അടുത്ത മാസം 11-നാണ് 2 മണ്ഡലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ്. TJ ശ്രീലാൽ, ന്യൂസ് 18, ഡൽഹി. UNA-യുടെ നേതൃത്വത്തിൽ നഴ്സുമാർ നടത്തുന്ന സമരം തുടർന്നാൽ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് നഴ്സുമാരെ കൊണ്ടുവരുന്ന കാര്യം ആലോചിക്കുമെന്ന് സ്വകാര്യ ആശുപത്രികളുടെ കൂട്ടായ്മയായ KPHA. നഴ്സുമാരുടെ സമരം അപക്വമാണ്. സമരത്തെ നേരിടാൻ സർക്കാർ നടപടി സ്വീകരിക്കണം. ഇല്ലായെങ്കിൽ നിയമപരമായി നേരിടാനുള്ള സാധ്യതകൾ പരിശോധിക്കുമെന്നും KPHA അധ്യക്ഷൻ ഡോക്ടർ മുഹമ്മദ് റഷീദ് കൊച്ചിയിൽ പറഞ്ഞു. ഞങ്ങളിപ്പോ അതല്ലേ പറഞ്ഞ നോട്ടീസ് കിട്ടി. ഇനിയിപ്പോൾ ഞങ്ങൾ ലീഗൽ ഒപ്പീനിയൻ എടുത്തിട്ട് വേണം അത് ഞങ്ങൾ കേസിന്. അപ്പോൾ ഇവിടെ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കേസ് പോയിട്ടുണ്ട് ഓൾറെഡി. അത് നിലവിലുണ്ടെന്നാണ് ഞങ്ങൾ അറിയണത്. അപ്പോൾ അതിൽ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത് ഇത് തന്നെയാണ്. ഗവൺമെൻറ് ഇതിന് വേണ്ട സൗകര്യം ചെയ്യണം. ഇത് എസെൻഷ്യൽ ഇതായിട്ട് എടുത്തുകൊണ്ട് മുന്നേറണം എന്നാണ് അവിടെ ഇത് കൊടുത്തിരിക്കുന്നത്. അവർ കൊടുത്തിരിക്കുന്ന പ്രയർ. കോടതി അതെന്ത് പറയുമെന്നുള്ളത് നമുക്കറിയില്ല. പെൻഡിങ്ങിലാണത്. ഒരു ദിവസം അതാണ് ഞങ്ങളിപ്പോൾ ലീഗലായിട്ട് ഇത് ചെയ്യുന്നത്. ഞങ്ങളതിൽ കക്ഷി ചേരണോ അതോ ഞങ്ങൾ വേറെ പോകണോ എന്നുള്ളത് ഞങ്ങൾ അഡ്വക്കേറ്റ്സിനോട് ചോദിച്ചിട്ട് ഒരു ഫൈനൽ ഡിസിഷൻ പറയും. ജിഡ കൌൺസിൽ പുനഃസംഘടിപ്പിക്കാത്തതിനാൽ കൊച്ചിയിലെ ഗോശ്രീ ദ്വീപുകളുടെ വികസനം വഴിമുട്ടി. അധികാരത്തിൽ വന്ന് 2 വർഷം കഴിഞ്ഞിട്ടും സർക്കാർ ഇതിനായി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. 287 കോടി രൂപയുടെ നിക്ഷേപമുണ്ടായിട്ടും സർക്കാരിന്റെ അനാസ്ഥ മൂലം ദ്വീപുകൾക്ക് വികസനം നഷ്ടമാവുകയാണ്. ഗോശ്രീ പാലം യാഥാർത്ഥ്യമാക്കാൻ കായൽ നികത്തി വിറ്റ സ്ഥലത്തിന്റെ തുകയിലെ നീക്കിയിരിപ്പാണ് ജിഡയുടെ മൂലധനം. ഫോർട്ട് വൈപ്പിൻ, ഗുണ്ടുദ്വീപ്, താന്തോന്നിത്തുരുത്ത്, മുളവുകാട്, കടമക്കുടി, വൈപ്പിനിലെ വിവിധ പ്രദേശങ്ങൾ എന്നിവയുടെ വികസനമാണ് ഗോശ്രീ ഇൻലാൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി യാഥാർത്ഥ്യമാവുമ്പോൾ ലക്ഷ്യമിട്ടത്. എന്നാൽ ഇടത് സർക്കാർ അധികാരമേറ്റ് 2 വർഷം പിന്നിടുമ്പോഴും ജിഡ കൌൺസിൽ പുനഃസംഘടിപ്പിച്ചിട്ടില്ല. മുഖ്യമന്ത്രി അധ്യക്ഷനായുള്ളതാണ് കൌൺസിൽ. 6 കോടി മുടക്കി നിർമ്മിച്ച ആസ്ഥാന മന്ദിരത്തിൽ കഴിഞ്ഞ 2 വർഷമായി ഒരു യോഗം പോലും ചേർന്നിട്ടില്ല. കണക്കുകൾ 2015 വരെയേ ഓഡിറ്റ് ചെയ്തിട്ടുള്ളൂവെന്ന് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു. 4 പാലങ്ങൾ അടക്കമുള്ള പദ്ധതികളെ സർക്കാർ നിലപാട് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ഈ സർക്കാർ വന്നിട്ട് 2 വർഷമാകുമോ, പക്ഷേ ഇതുവരെ പുതിയ ജനറൽ കൗൺസിൽ രൂപീകരിക്കാനോ അതിൻ്റെ പ്രവർത്തനം നടത്താൻ കഴിയാത്തത് കാരണം 257 കോടി രൂപയോളം നീക്കിയിരിപ്പ് ജിഡയുടെ
അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനോ അവിടുത്തെ ആ പ്രദേശത്തുള്ളൊരു വികസന പ്രവർത്തനം നടത്താനോ കഴിയുന്നില്ല. 2016 ജനുവരി 11 ജിഡ ഏറ്റവും ഒടുവിൽ യോഗം ചേർന്നത്. ജിഡ സെക്രട്ടറിയായ ജില്ലാ കളക്ടറുടെ ചുമതലയിലാണ് ഫണ്ട് നിക്ഷേപം. കോടിക്കണക്കിന് രൂപ നീക്കിയിരിപ്പുള്ളപ്പോഴും അടിസ്ഥാന സൗകര്യ വികസനം പോലുമില്ലാതെ വീർപ്പുമുട്ടുന്ന ദ്വീപുകളോട് സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ പ്രതിഷേധവും ഉയരുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. തെങ്കാശിയിൽ നിന്ന് കേരളത്തിലേക്ക് കഞ്ചാവുമായി വന്ന യുവാക്കൾ ആര്യങ്കാവിലെ എക്സൈസ് ചെക്ക് പോസ്റ്റ് ബാരിക്കേഡ് ബൈക്ക് കൊണ്ട് ഇടിച്ചു തകർത്തു. ഇരുമ്പ് ബാരിക്കേഡ് തലയിലിടിച്ച് സിവിൽ എക്സൈസ് ഓഫീസർക്ക് ഗുരുതര പരിക്കേറ്റു. ബാരിക്കേഡ് ഇടിച്ചു തകർക്കുന്നതിനിടയിൽ നിലത്ത് തെറിച്ചുവീണ യുവാക്കൾ എക്സൈസ് സംഘത്തിന്റെ പിടിയിലായി. തൃശൂർ പുതിയകാവ് അഭിനവ് നായർ, കടക്കൽ മറുപുറം ഇസ്മയിൽ എന്നിവരാണ് പിടിയിലായത്. ഇവരുടെ പക്കൽ നിന്നും 610 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു. സിവിൽ എക്സൈസ് ഓഫീസർ എച്ച് ഷിഹാസിനാണ് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റത്. ഷിഹാസിനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. വിനോദത്തിന് റോബോട്ടുകളെ നിർമ്മിക്കുന്നവരെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഒരു കുട്ടി താമരശ്ശേരി എടവണ്ണപ്പാറയിലുണ്ട്. 5ാം ക്ലാസ്സുകാരൻ ഫർഹാൻ ഫാദിയാണ് ആ കൊച്ചുമിടുക്കൻ. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഫർഹാന് റോബോട്ടുകളോടുള്ള ഇഷ്ടം തുടങ്ങുന്നത്. ടെക്നോജീനിയസ് റോബോട്ടിക്സ് എന്ന സ്ഥാപനത്തിന്റെ നോട്ടീസ് വായിക്കാനിടയായതാണ് ഇഷ്ടത്തിന് കാരണം. കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടെ ഫർഹാൻ നിർമ്മിച്ചത് 3 റോബോട്ടുകളാണ്. ഗാർബോട്ട്, അക്വറൈസർ, കിക്കർ റോബോറൈസർ എന്നീ റോബോട്ടുകൾ നിർമ്മിക്കുകയും ലൈൻ ഫ്ലോറർ, ഒബ്രിക്സി, റെക്ടർ തുടങ്ങിയവയ്ക്ക് പ്രോഗ്രാം ചെയ്ത് നൽകുകയും ചെയ്തിട്ടുണ്ട് കുഞ്ഞു ഫർഹാൻ. ഞാൻ 4ാം ക്ലാസ്സിൽ ലാസ്റ്റ് എത്തുമ്പം നോട്ടീസ് കണ്ടിരുന്നു. അതേമാതിരി ടെക്ജീനിയസിന്റെ നോട്ടീസ് കണ്ടിരുന്നു. അപ്പോൾ അതേമാതിരത്തെ റോബോട്ടൊക്കെ കണ്ടപ്പോൾ പഠിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായി. എപ്പനോട് പറഞ്ഞ് അപ്പം അങ്ങനെയാണ് ഇവിടെ എത്തിച്ച്. ഞാൻ അപ്പോൾ അവിടെ പഠിക്കുന്നുണ്ട്. ആദ്യം ബേസിക് ആയിട്ടുള്ള മെക്കാനിക്കലായിട്ടുള്ള നമ്മൾ ആദ്യം ചെയ്യുക. പിന്നെ നമ്മൾ പ്രോഗ്രാമിങ്സ് ചെയ്യും. ഇപ്പം ഞാൻ പ്രോഗ്രാമിംഗ് ആണ്. അങ്ങനെ അപ്പോൾ ഞാൻ മാസ്റ്റർ മൈൻഡ് എന്ന പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. സ്റ്റേറ്റിൽ ഫൈനൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഗാർബോട്ട്, അക്വറൈസർ, റോബോറൈസർ പ്രോഗ്രാമിംഗ് ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം ലൈൻ ഫോളോവർ, ഒബ്ജക്ട് ഡിറ്റക്ടർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികളുടെ എക്സിബിഷനായ മാസ്റ്റർ മൈൻഡിൽ പങ്കെടുത്ത് ഫൈനലിലെത്താനും ഫർഹാൻ സാധിച്ചു. അധ്യാപകർ കൂടിയായ മാതാപിതാക്കൾ ഫൈസലും ഫൗസിയും മികച്ച പിന്തുണയാണ് ഫർഹാൻ നൽകുന്നത്. ന്യൂസ് 18 താമരശ്ശേരി. താമരശ്ശേരി അമ്പയത്തോട് മാനസിക വൈകല്യമുള്ള സഹോദരനെയും സൈനബയെയും താമരശ്ശേരി സോൺ SYS സ്വാന്തന കേന്ദ്രം ഏറ്റെടുത്തു. ഭക്ഷ്യവസ്തുക്കളും ദൈനംദിന ചെലവുകൾക്കുള്ള പണവും വീട്ടിലെത്തിക്കുമെന്നും വീട് നിർമ്മിച്ചു നൽകുമെന്നും SYS ഭാരവാഹികൾ പറഞ്ഞു. സൈനബയുടെ ദുരിത ജീവിതം സംബന്ധിച്ച് ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് നടപടി. 53 വയസ്സുള്ള മാനസിക വൈകല്യമുള്ള സഹോദരനെ സംരക്ഷിക്കാൻ ഹോട്ടലിൽ പാത്രം കഴുകി ജീവിക്കുന്ന 57-കാരിയായ സൈനബയുടെ കഥ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തത്. 4 വർഷം മുൻപ് അമ്മ മരിച്ചതോടെയാണ് സഹോദരന്റെ സംരക്ഷണം സൈനബ ഏറ്റെടുത്തത്. അവശതകൾക്കിടയിലും അക്രമ സ്വഭാവമുള്ള സഹോദരനെ സംരക്ഷിക്കാൻ സൈനബ തന്റെ ജീവിതം മാറ്റിവെക്കുകയായിരുന്നു. സഹോദരനുമായി അമ്പായത്തോടിലെ ഹോട്ടലിൽ ജോലിക്കെത്തിയാണ് സൈനബ ഉപജീവനത്തിനുള്ള വക കണ്ടെത്തിയിരുന്നത്. സൈനബയുടെ ദുരിതജീവിതം സംബന്ധിച്ച വാർത്ത ശ്രദ്ധയിൽപ്പെട്ട SYS താമരശ്ശേരി സോൺ ഭാരവാഹികൾ അമ്പായത്തോട് കോളനിയിലെ വീട്ടിലെത്തുകയും സംരക്ഷണം ഏറ്റെടുക്കുകയുമായിരുന്നു. ഇരുവരുടെയും സംരക്ഷണം SYS സാന്ത്വന കേന്ദ്രം ഏറ്റെടുത്തതായും വാസയോഗ്യമായ വീട് നിർമ്മിച്ചു നൽകുമെന്നും സാന്ത്വനം സെക്രട്ടറി ലുക്മാൻ ഹാജി പറഞ്ഞു. അവർക്കുള്ള ഭക്ഷണവും മറ്റുള്ള ചെലവും മരുന്നും എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തുകൊണ്ട് ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ സന്നദ്ധരായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് തന്നെ തുടക്കം കുറിച്ചിട്ടുണ്ട്. സാന്ത്വനം ഭാരവാഹികൾ വീട്ടിലെത്തി സൈനബയെയും സഹോദരനെയും കണ്ടു. ഭക്ഷ്യവസ്തുക്കൾ വീട്ടിൽ എത്തിച്ചു നൽകുമെന്നും സുമനസ്സുകളുടെ സഹായത്തോടെ വീട് നിർമ്മിച്ചു കൊടുക്കുവാനുള്ള പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്നും SYS ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് 18 താമരശ്ശേരി. VP സത്യന്റെ ജീവിതം പ്രമേയമായ ചിത്രം ക്യാപ്റ്റൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്കൊപ്പം കണ്ട് താരങ്ങളും അണിയറ പ്രവർത്തകരും. CK വിനീത്, റിനോ ആന്റോ എന്നിവർക്കൊപ്പമാണ് ജയസൂര്യയും അനു സിത്താരയും ചിത്രം കണ്ടത്. സംവിധായകരായ മേജർ രവി, സിദ്ദിഖ് തുടങ്ങിയ പ്രമുഖരും ഇടപ്പള്ളി ലുലു മാളിലെ തിയേറ്ററിൽ ക്യാപ്റ്റൻ കാണാനെത്തി. മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം നായകൻ VP സത്യന്റെ ജീവിതകഥ പറഞ്ഞ ചിത്രമാണ് ക്യാപ്റ്റൻ. ചിത്രത്തിലെ താരങ്ങൾക്കും അണിയറ പ്രവർത്തകർക്കും ഒപ്പമിരുന്നാണ് കൊച്ചിയിലെ ലുലു മാളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം പ്രദർശനം കണ്ടത്. സിനിമ കണ്ടിറങ്ങിയ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ പ്രതികരണം ഇങ്ങനെ. ഓർമ്മിക്കാൻ ഇഷ്ടം പോലെ കാര്യങ്ങളായി ആ സിനിമ അദ്ദേഹത്തിൻ്റെ ഒരു അർഹതപ്പെട്ട ഒരു സ്മാരകമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു നല്ലൊരു പടമായിരുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷം കാണാൻ പറ്റും. ജയചാനോടും ചേച്ചിയോടും നന്ദി, പിന്നെ പ്രജീഷേട്ടനോടും എല്ലാവരോടും. സംവിധായകരായ മേജർ രവി, സിദ്ദിഖ് തുടങ്ങിയ പ്രമുഖരും ചിത്രം കാണാനെത്തി.
ചിത്രം കണ്ടിറങ്ങിയവർ വെള്ളിത്തെരയിൽ VP സത്യനായി മാറിയ ജയസൂര്യയെയും അണിയറ പ്രവർത്തകരെയും അഭിനന്ദിച്ചു. Everything was similar to that. He has put on great effort. ചിലയിടങ്ങളിൽ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട്. സത്യനെ വളരെയധികം ഓർമ്മ വരുന്ന നല്ലൊരു കുടുംബചിത്രം. നിങ്ങളുടെ രണ്ടുപേരുടെയും പെർഫോമൻസ് അതിഗംഭീരമാണ്. നമുക്കൊരു ബയോപിക് എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും റിയൽ ജീവിതത്തിലുള്ള ആ കഥാപാത്രത്തെ അനുകരിക്കുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. എനിക്ക് തോന്നുന്നത് ജയന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് ആണ്. ചിത്രത്തെ സ്വീകരിച്ച പ്രേക്ഷകരോട് നന്ദി പറഞ്ഞാണ് ജയസൂര്യയും മറ്റ് അണിയറ പ്രവർത്തകരും മടങ്ങിയത്. ഇന്ന് എനിക്ക് കിട്ടുന്ന ഈ ഹഗ്ഗും അല്ലെങ്കിൽ അപ്രീസിയേഷനും എല്ലാം ഞാൻ സത്യേട്ടന് സമർപ്പിക്കുകയാണ്. കാരണം സത്യേട്ടന്റെ ആത്മാവ് കുറച്ചുനാള് എനിക്ക് കടം തന്നത്. ഇത്രയും ആളുകൾ ഇങ്ങനെ മുന്നിൽ കൂടി നിൽക്കുന്ന, ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങൾ പറയുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. സന്തോഷം മാത്രമേ ഉള്ളൂ. ന്യൂസ് 18 കൊച്ചി.